അന്ന് രാത്രി ജനറേറ്റർ റൂമിന്റെ അടുത്തുണ്ടായിരുന്ന അവരായിരുന്നോ? അച്ഛനെന്താ അങ്ങനെ ചോദിച്ചത്? അല്ലല്ല, അന്ന് അവിടെ അവർ രണ്ടാളും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് പാർട്ടിക്കിടെ കറി വീണത് കാരണം ലോഹം മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ മുറി വന്നിരുന്നു. തിരിച്ചിറങ്ങാൻ നേരം ജനറേറ്റർ റൂമിന്റെ അടുത്തുനിന്ന് രണ്ടുപേര് നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. പുറത്തിറങ്ങിയപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞു. അപ്പൊ ദേ ജനറേറ്റർ റൂമിന്റെ അടുത്തുനിന്ന് വേറെ ആരോ ഓടി വരുന്ന ശബ്ദം. അതൊരു സ്ത്രീ ആയിരുന്നു, എനിക്ക് ഉറപ്പാ. കൊലുസിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. കൊലുസിന്റെ ശബ്ദം? ആരായിരുന്നു? ചോദിച്ചിട്ടൊന്നും പറയാതെ ഓടിക്കളഞ്ഞു. രാത്രിയിൽ എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടെന്ന് അറിയാവുന്ന ആരോ ആണത്. ആ കൊലുസിന്റെ ശബ്ദം ഇനിയും കേട്ടാൽ അച്ഛന് തിരിച്ചറിയാൻ പറ്റൂ? രാത്രിയായാൽ റസിയെ ടെറസിൽ കാണാറുണ്ടെന്ന് ഔസേപ്പ് പറഞ്ഞു. ഞാൻ റസിയെ കാത്തുനിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ടും റസിയ ഇങ്ങനെയായിരുന്നു. ഒന്നുകിൽ ഏതെങ്കിലും പുസ്തകങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെങ്കിലും. ഈ ലോൺലിനെസ് ഒരു സുഖമുള്ള ഏർപ്പാടാണല്ലേ. നല്ല നിലാവ്, സുഖമുള്ള കാറ്റ്, ഈ ടെറസ് ഓക്കെയാണ്. പക്ഷേ രാത്രി ജനറേറ്റർ റൂമിനടുത്ത് പോകുന്നതുകൊണ്ട് എന്ത് സുഖം കിട്ടാനാ? എന്താ ഒരു പരിഭ്രമം? താൻ എന്തിനാ ഫംഗ്ഷൻ അന്ന് രാത്രിയിൽ ജനറേറ്റർ റൂമിനടുത്ത് പോയത്? വെറുതെ പോയതോ? എങ്കിൽ എസ്തപ്പാനച്ചനെ കണ്ടപ്പോ ഓടിക്കളഞ്ഞെന്തിനാ? അത് ഞാൻ അവിടെ പോയ കാര്യം ആരും അറിയരുതെന്നുണ്ടായിരുന്നു. അതെന്താ? താരയും സുഖവും സംസാരിച്ചത് മുഴുവൻ ഒളിഞ്ഞു കേട്ട കാര്യം ഫ്ലാഷ് ആകുമെന്ന് പേടിച്ചാണോ? തന്നെ കുറിച്ചുള്ള ഒരു കാര്യവും ചോദിക്കില്ലെന്ന് ഉറപ്പിലാണ് ഇവിടെ വരുത്തിയത്. പക്ഷെ ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ തനിക്കെന്തോ പ്രശ്നമുണ്ടായിരുന്നു. ആരോട് ഒന്നും മിണ്ടാതെ ഇടയ്ക്ക് വെച്ച് ഇവിടുന്ന് TC വാങ്ങിപ്പോയതിന്റെ കാരണം എന്തെന്ന് ഇതുവരെ എനിക്ക് പിടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. താരയും സുഖവുമായുള്ള പ്രേമവുമായിട്ട് അതിനെന്തോ കണക്ഷൻ ഉണ്ട്. നോക്ക്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. സത്യം താൻ എന്നോട് പറഞ്ഞേ പറ്റൂ. സാറിനൊന്നും അറിയില്ല. സാറിന് നല്ലപോലെ പഠിപ്പിക്കാൻ അറിയായിരുന്നു, കുട്ടികളെ സ്നേഹിക്കാൻ അറിയായിരുന്നു. അതിനപ്പുറം ഒന്നും അറിയില്ല. സാറിന് സാറിന്റെ മകനെ പോലെ ശരിക്കും അറിയില്ലായിരുന്നു. സാറിനെന്നല്ല, ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഈ പർദ്ദ എന്റെ ശരീരത്തെ മാത്രമല്ല, എന്റെ ജീവിതത്തെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനുള്ളിൽ തുടിക്കുന്ന ഒരു മനസ്സുണ്ടെന്നറിഞ്ഞത് ഒരാൾ മാത്രം, സാറിന്റെ മകൻ മുരളി. അവൻ എന്നു മുതൽക്ക് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അത് ഫൈനൽ ഇയറിലെ സമരങ്ങളുടെ കാലമായിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും ഒരു കവിതയുടെ അവസാനം എനിക്ക് പണിയില്ല. കാട്ടുകള്ളന്മാരുടെ കയ്യിലേപ്പിക്കാനുള്ള സർക്കാരിന്റെ നെറുകെട്ട നീക്കത്തിനെതിരെ ഇന്ന് SFK സംസ്ഥാന വ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. എല്ലാവരും ക്ലാസ് റൂം വിട്ട് വെളിയിൽ ഇറങ്ങണം. ഇറങ്ങണം. എന്താണ് പ്രശ്നം? താര എന്താ പ്രശ്നം? ആരാ താരയെ പഠിക്കാൻ സമ്മതിക്കാത്തത്? എനിക്കെന്താ ഇതിൽ കാര്യം? കാണിക്കുന്നേ ക്ലാസ്മേറ്റ്സ് ആണെന്നുള്ള വിചാരം പോലും ഇല്ലാണ്ടായോ? സുഖം വന്നേ, ഞാനല്ലേ പറയുന്നേ. ഓ, നീ ഉണ്ടോ യുവരാജുകളുടെ കൂടെ? ഹോസ്റ്റലിനടുത്താ വീടത്, മറക്കണ്ട. വെറുതെ പണി വാങ്ങിക്കല്ലേ. എന്റെ ഒരു ബുക്ക് കാണുന്നില്ല, അത് നോക്കുമായിരുന്നു. അവളുടെ ഒരു ബുക്ക്. ഒരു സഹപാഠിയുടെ കവിത അയാളുടെ അനുവാദമില്ലാതെ ഞാൻ ട്യൂൺ ചെയ്ത് പാടുകയാണ്. എന്തോപ്പാ എന്താ ഇത്? എന്താ ചോദിച്ചേ? ഉപ്പ, ഞാൻ വെറുതെ. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ആ രണ്ടും തുല്യ ശക്തികളാ.
ആ, പ്രശ്നമൊന്നും ഉണ്ടാകാതെ എല്ലാം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ശരി, ഞാൻ വിളിക്കാം. എന്താ? വെള്ള TC വേണം. ഈ കുട്ടി ഫൈനൽ ഇയർ അല്ലേ? ഇപ്പൊ TC എന്തിനാ? ഇന്റെ മോളിലെ TC എപ്പോ മേടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഈ ലോഹയോട് മണി റെസ്പെക്ട് ഉണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇത് ഓഫീസിൽ കൊടുത്താൽ മതി. ആ, വെള്ള TC വേണം. ലൈബ്രറി ഡ്യൂസ് വല്ലതും ഉണ്ടോ? ഒരു ബുക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുത്ത് നോ ഡ്യൂസ് സർട്ടിഫൈ ചെയ്തിട്ട് വാ. എന്തിനാ റസിയ TC വാങ്ങുന്നേ? റസിയ, മറന്നില്ല എന്റെ കാര്യം. SFKയുടെ വൈസ് ചെയർമാൻ മറക്കല്ലേ? ഇത് പോയിട്ട് മേടിച്ചോടനെ. SFKയുടെ വൈസ് ചെയർമാൻ. പ്രിയപ്പെട്ട മുരളിക്ക് നമ്മുടെ ബന്ധം ഉപ്പയറിഞ്ഞു. നാളെ എന്നെ ഹൈദരാബാദിലെ ആയിഷമമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക. അവിടെ പോയാൽ പിന്നെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഞാൻ കോളേജിൽ വരുന്ന വിവരം ആരെങ്കിലും പറഞ്ഞ് നീ അറിയുന്നും ലൈബ്രറി വന്ന് എൻ്റെ കത്തുണ്ടോ എന്ന് നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇതെഴുതുന്നത്. ഇന്ന് രാത്രി ഞാൻ മെൻസ് ഹോസ്റ്റലിലെ ജനറേറ്റർ റൂമിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കും. നീയും അവിടെ വരണം. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കവിതയും സംഗീതവും മാത്രമുള്ള ആ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. നിന്റെ മാത്രം റസിയ. സുഗു, അറിഞ്ഞോ? റസിയ ബാപ്പയുടെ കൂടെ TC വാങ്ങിക്കാൻ ഓഫീസിൽ നിൽക്കുന്നു. സുഗു, ഇവിടെ വഴക്കെടുത്ത് കണ്ട് പോയി വോട്ട് ചെയ്യും. കിട്ടിയോ? ഇടിമിന്നലും മഴയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു രാത്രിയായിരുന്നു അത്. നേരം കടന്നുപോയി. അവനെ കണ്ടില്ല. അച്ഛനും അമ്മയും ഉറങ്ങുന്നതും കാത്തിരിക്കുകയായിരിക്കും എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലർച്ചയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു. എനിക്ക് മുമ്പേ വന്നവൻ എന്റെ തൊട്ടടുത്ത് ഒരു ചുമരിനപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ചോ, അച്ചോ, നമ്മുടെ മുരളി. ആ ദുരന്തം എന്റെ മനസ്സിന്റെ സമനില തെറ്റിച്ചു. മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു കൊല്ലത്തോളം ഞാൻ ചികിത്സയിലായിരുന്നു. മാനഭയ നിമിത്തം ഉപ്പ ഇവിടെയുള്ളതെല്ലാം വിറ്റുപിറക്കി മംഗലാപുരത്തേക്ക് താമസം മാറി. എന്നെ ഓർത്തുള്ള ഉപ്പാടെ വിഷമം കൂടിക്കൊണ്ടേയിരുന്നു. ആ വിഷമം താങ്ങാൻ കഴിയാതായ ഒരു ദിവസം എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ഉപ്പ യാത്രയായി. ഒരിക്കൽ ഭ്രാന്ത് വന്നിട്ടുള്ളതുകൊണ്ട് ബന്ധുക്കൾ ആരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒരു വലിയ വീട്ടിൽ വർഷങ്ങളോളം ഒറ്റയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റാൻ തുടങ്ങുകയായിരുന്നു. മുരളിയുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഗെറ്റ് ടുഗെദറിന് വരണമെന്ന് സാറ് വിളിച്ചു പറഞ്ഞപ്പോൾ
ഒരുപാട് സന്തോഷം തോന്നി. മുരളിയുമൊത്ത് കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണാമല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ സന്തോഷിക്കാനല്ല കരയാനാണ് തോന്നിയത്. എല്ലാവരും വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുമ്പോൾ എൻ്റെ മനസ്സ് മാത്രം ഒരിക്കലും തിരിച്ചു വരാത്ത മുരളിയെ ഓർത്ത് കരയായിരുന്നു.